അതായത് പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറിന് 100 രൂപയാണ് കുറച്ചിരിക്കുന്നത്. വനിതാ ദിന സമ്മാനമെന്ന പ്രഖ്യാപനത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഒരു വിലയും കുറച്ചിരിക്കുന്നത്. അനൂപ് ദാസ് ഉണ്ട് നമുക്കിപ്പം. അനൂപ്, കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് 15ഉം 25ഉം ഒക്കെ വെച്ചിട്ട് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയിരുന്നു. അപ്പോഴും ഗാർഹിക സിലിണ്ടറിന്റെ കാര്യം മിണ്ടിയിരുന്നില്ല. ഇപ്പോഴത്തെ 100 രൂപ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് ഗാർഹിക സിലിണ്ടറിൽ വില കൂട്ടിയിട്ടുമില്ല. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു വനിതാ ദിന സമ്മാനം തന്നെയാണോ, അതോ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരു സമ്മാനമാണോ? തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള വനിതാ ദിനമാണല്ലോ. ആ നിലയിൽ നമുക്ക് ഈ ഒരു പ്രഖ്യാപനത്തെ എടുക്കാം. 100 രൂപ കുറച്ചിരിക്കുന്നത് ഉറപ്പായും സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ഗുണമാണ്, നേട്ടമാണ്, ആശ്വാസമാണ്. എന്നാൽ അത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമ്മാനം എന്ന നിലയിൽ വിലയിരുത്താം. ഏതാണ്ട് 900-ലധികം രൂപ നൽകി വേണ്ടിയിരുന്നു നമ്മൾ ഒരു പാചകവാതക സിലിണ്ടർ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ അത് 100 രൂപ കുറയുമ്പോൾ അതിന്റെ ഗുണം കുടുംബങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്തൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഒന്ന്. രണ്ടാമത്തേത് അതിന്റെ സബ്സിഡി ആളുകൾക്ക് നൽകുന്നില്ല എന്നുള്ളതുമാണ്. എന്നാൽ സർക്കാർ പലരോടും സബ്സിഡി ഉപേക്ഷിക്കാനൊക്കെ ആവശ്യപ്പെട്ടു. സാധാരണ നിലയിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കൊണ്ടിരുന്ന സബ്സിഡി പലർക്കും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് പ്രത്യേക അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് വലിയ ഒരുപക്ഷെ ഈ പാചകവാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആരോപണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാര്യമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് 100 രൂപ കുറച്ച് നൽകാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഒപ്പം തന്നെ പ്രധാനമന്ത്രി തന്നെ ആ പ്രഖ്യാപനം വനിതാ ദിനത്തിൽ നടത്തുകയും ചെയ്തത്. ശരി അനൂപ്, അപ്പൊ എന്താണെങ്കിലും വനിതാ ദിനത്തിൽ ഒരു വലിയൊരു സമ്മാനം, ഒരു പ്രഖ്യാപനം, ഒപ്പം തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അനൂപ്, ഇതിനൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 6 മാസമായിട്ടും ഈ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ ഈ നമ്മുടെ സർക്കാർ ഒരു കയ്യും കടത്തിയിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. അതെ, 6 മാസമായി അങ്ങനെ കാര്യമായ വില വർധനവ് ഗാർഹിക സിലിണ്ടറിന് വരുത്തിയിട്ടില്ല. അത് നമ്മൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് കാര്യമായ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തൊക്കെ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കാതെ സർക്കാർ നോക്കിയിരുന്നു. സർക്കാർ ഈ കാര്യത്തിൽ പറയുന്ന ഒരു നിലപാട്, ഈ എണ്ണയുടെയും മറ്റ് ഗ്യാസിൻ്റെയും ഒക്കെ എണ്ണയുടെ വില നിർണ്ണയാവകാശം അത് സ്വകാര്യ കമ്പനികൾക്കാണ്, ഞങ്ങൾക്കതിൽ അധികാരമൊന്നുമില്ല എന്നുള്ളതാണ്. എങ്കിലും നിയന്ത്രണത്തിന് വേണ്ടിയുള്ള കാര്യമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കാര്യമായി ഇതിന്റെ ഒന്നും വില വർദ്ധിക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നത് കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ട കാഴ്ചയാണ്. ശരി അനൂപ്, എന്താണ്